എം വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ എം വിൻസെന്റ്. കോവളം നിയോജക മണ്ഡലത്തിൽ നിന്നുമുള്ള നിയമസഭാംഗം എം വിൻസെന്റ് സത്യപ്രതിജ്ഞ ചെയ്യാനായി എത്തുന്നു. എം വിൻസെന്റ് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീ ടി ജെ വിനോദ്. എറണാകുളത്ത് നിന്നുമുള്ള ടി ജെ വിനോദ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കാൻ എത്തുന്നു. ടി ജെ വിനോദ് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടെ നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീ വിനു ജോബ് കുഴിമണ്ണിൽ. ചങ്ങനാശ്ശേരിയിൽ നിന്നുമുള്ള വിനു ജോബ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. വിനു ജോബ് കുഴിമണ്ണിൽ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോടെ ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീ വിഷ്ണു മോഹൻ. ഇരവിപുരത്തു നിന്നുമുള്ള അംഗം വിഷ്ണു മോഹൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏൽക്കും. വിഷ്ണു മോഹൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രീ പി സി വിശ്വനാഥ്.
മന്ത്രി പി സി വിഷ്ണുനാഥ് ആണ് അടുത്തതായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ടൂറിസം, സിനിമ, സാംസ്കാരിക മന്ത്രിയാണ് പി സി വിഷ്ണുനാഥ്. പി സി വിഷ്ണുനാഥ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീ സേവ്യർ ചിറ്റിലപ്പള്ളി. സേവ്യർ ചിറ്റിലപ്പള്ളി വടക്കാഞ്ചേരിയിൽ നിന്നുമുള്ള അംഗം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം സേവ്യർ ചിറ്റിലപ്പള്ളി എന്ന ഞാൻ നിയമസഭയിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ഓർഡർ 140 അംഗങ്ങളും ഹാജരായി. 139 അംഗങ്ങളും ഹാജരായി പ്രതിജ്ഞ ചെയ്തതായിട്ടാണ് കാണുന്നത്. പ്രോട്ടേം സ്പീക്കർ ഇന്നലെ ഗവർണറുടെ മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ 140 പേരും സത്യപ്രതിജ്ഞ ചെയ്തു. ഇനി ആരും സത്യപ്രതിജ്ഞ ചെയ്യാനില്ല എന്ന് കരുതുന്നു. ആരുമില്ല. ഇവിടുത്തെ റെക്കോർഡ് അനുസരിച്ചില്ല. അപ്പോൾ കേരള നിയമസഭയുടെ മഹത്തായ പാരമ്പര്യവും ചരിത്രവും അനുസരിച്ച് പ്രോട്ടോജലമായ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങാണ് ഇവിടെ നടന്നത്. അതിനെ ബഹുമാനപ്പെട്ട ആദരണീയനായ മുഖ്യമന്ത്രിയോടും ബഹുമാനനും ആദരണീയനായ പ്രതിപക്ഷ നേതാവിനോടും എല്ലാ ബഹുമാനപ്പെട്ട മന്ത്രിസഭാംഗങ്ങളോടും എല്ലാ ബഹുമാനപ്പെട്ട നിയമസഭാംഗങ്ങളോടും ഇത് സഹായിച്ച പ്രിയപ്പെട്ട നിയമസഭാ സെക്രട്ടേറിയറ്റിനോടുള്ള ചെയറിൻ്റെ അഗാധമായ നന്ദിയും കടപ്പാടും ഇവിടെ രേഖപ്പെടുത്തുകയാണ്.